മദ്യപിച്ചെത്തി ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്ത 10ാം ക്ലാസ്സുകാരനായ ബന്ധുവിനെ മാസങ്ങൾക്ക് ശേഷം കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തുകയും അപകടമരണമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടും പ്രതിയായ പൂവച്ചൽ സ്വദേശി പ്രിയരഞ്ജനെ കുരുക്കിയത് CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളായിരുന്നു. പൂവച്ചൽ സ്വദേശികളായ അരുൺകുമാറിന്റെയും ദീപയുടെയും മകനായ ആദിശേഖറാണ് കൊല്ലപ്പെട്ടത്. 2023 ഓഗസ്റ്റ് 30-നാണ് ആദിശേഖർ കാർ ഇടിച്ച് കൊല്ലപ്പെടുന്നത്. ആദിശേഖർ കൂട്ടുകാർക്കൊപ്പം പുളിങ്കോട് ക്ഷേത്ര ഗ്രൗണ്ടിൽ കളി കഴിഞ്ഞ് ബോൾ ഷെഡിൽ സൂക്ഷിച്ച ശേഷം മടങ്ങുമ്പോഴായിരുന്നു സംഭവം. കാർ കയറ്റി കൊലപ്പെടുത്തുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യം പുളിങ്കോട് ക്ഷേത്രത്തിലെ CCTV ക്യാമറയിൽ നിന്നാണ് ലഭിച്ചത്. മാമ ഇവിടെ മൂത്രമൊഴിക്കുന്നത് ശരിയാണോ എന്ന ആദിശേഖറിന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിൽ നിന്നുണ്ടായ പകയാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. കൂടെയുണ്ടായിരുന്ന കുട്ടിയിൽ നിന്നും ആദിശേഖർ സ്വന്തം സൈക്കിൾ വാങ്ങി കയറാൻ തുടങ്ങുന്നതിനിടെ പിന്നാലെ വേഗത കുറച്ചു വന്ന ഇലക്ട്രിക് കാർ വേഗത കൂട്ടി കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം കടന്നു പോവുകയായിരുന്നു. പ്രതി പ്രിയരഞ്ജൻ സ്ഥിരം മദ്യപാനിയാണെന്നും സംഭവ സമയത്തും മദ്യപിച്ചിരുന്നതായും മുൻകൂട്ടി പദ്ധതിയിട്ട കൊലയാണെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. എന്നാൽ സാങ്കേതിക തകരാർ മൂലം കാർ തനിയെ നീങ്ങിയതാണെന്നും ബ്രേക്കിന് പകരം ആക്സിലറേറ്റർ ചവിട്ടിയെന്നാണ് പ്രിയരഞ്ജനായി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത്. എന്നാൽ പ്രതി ബോധപൂർവമാണ് ഈ ഹീനകൃത്യം ചെയ്തതെന്നും ഒരുവിധ യന്ത്ര തകരാറും വാഹനത്തിനില്ലായിരുന്നെന്നുമുള്ള റിപ്പോർട്ട് പോലീസ് കോടതിയിൽ ഹാജരാക്കി. കൂടാതെ കൊലപാതകത്തിന് ശേഷം പ്രിയരഞ്ജൻ വാഹനം ഓടിച്ചു പോയതിന്റെ CCTV ദൃശ്യങ്ങളും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാക്കി. രക്തത്തിൽ കുളിച്ചു കിടന്ന ആദിയെ താനും കൂടി ചേർന്നാണ് പിറകെ വന്ന കാറിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയതെന്നാണ് ദൃക്സാക്ഷിയായ കുട്ടി വിശദീകരിച്ച് മൊഴി നൽകിയിരുന്നത്. ആദിശേഖർ അന്നേ ദിവസം ഉപയോഗിച്ചിരുന്ന സൈക്കിളും പ്രതി കൃത്യത്തിന് ഉപയോഗിച്ച കാറും സാക്ഷികൾ തിരിച്ചറിഞ്ഞിരുന്നു. ക്ഷേത്രനട തുറന്നതിനാൽ മുതിർന്നവർ പറഞ്ഞതിനാലാണ് തളം കെട്ടിക്കിടന്ന രക്തം വെള്ളമൊഴിച്ച് കഴുകിക്കളഞ്ഞതെന്നും മറ്റൊരു കുട്ടി കോടതിയിൽ മൊഴി നൽകി. സാക്ഷികൾ പ്രതി പ്രിയരഞ്ജനെ കോടതിയിൽ തിരിച്ചറിഞ്ഞിരുന്നു. ആദിശേഖർ കയറിയ സൈക്കിളും കൃത്യത്തിന് ഉപയോഗിച്ച മഹീന്ദ്ര XUV ഇലക്ട്രിക് കാറും കോടതിയിൽ സാക്ഷികൾ തിരിച്ചറിഞ്ഞിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ, അഡ്വക്കേറ്റ് ടോണി J സാം എന്നിവർ ഹാജരായി. ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ച് ചോദ്യം ചെയ്ത 10ാം ക്ലാസ്സുകാരൻ ആദിശേഖറിനെ വഴിയിൽ കാത്തുനിന്ന് കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രിയരഞ്ജൻ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. വിദ്യാർത്ഥിയെ മനഃപൂർവ്വം കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നെന്നും പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് ശിക്ഷ വിധിച്ചത്. പൂവച്ചൽ പുളിങ്കോട് അരുണോദയത്തിൽ അധ്യാപകനായ അരുൺകുമാറിന്റെയും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥ ഷീബയുടെയും മകനാണ് കൊല്ലപ്പെട്ട ആദിശേഖർ. കാട്ടാക്കട ചിന്മയ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 30 സാക്ഷികളുടെയും 43 രേഖകളുടെയും 11 തൊണ്ടിമുതലുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു വിധി. കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്നും ശേഖരിച്ച CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായക തെളിവായത്. 2023 ഓഗസ്റ്റ് 30-ന് വൈകിട്ട് വീടിന് സമീപത്തെ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്ര റോഡിൽ വെച്ചായിരുന്നു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച അരും കൊല അരങ്ങേറിയത്.